നമസ്തേ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ഫൈനാൻഷ്യൽ ആക്യുറസിയും ക്യാഷ് കൺട്രോളും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ക്യാഷ് ബുക്കിലെ ബാലൻസും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലെ ബാലൻസും ഈക്വൽ ആക്കുക എന്നതാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം. ഇതിലുണ്ടാകുന്ന ഡിഫറൻസസിൻ്റെ കാരണം പറഞ്ഞിട്ട് അത് ഈക്വൽ ആക്കുകയാണ് ചെയ്യുന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലെയും ക്യാഷ് ബുക്കിലെയും ബാലൻസിന് ഡിഫറൻസ് ഉണ്ടാവുന്നത് ടൈമിംഗ് ഡിഫറൻസും എറേഴ്സും ഒക്കെ കൊണ്ടാണ്. ഫ്രോഡ്സ് ഡിറ്റക്റ്റ് ചെയ്യാനും എറേഴ്സ് കറക്റ്റ് ചെയ്യാനും ആക്യുറേറ്റ് ക്യാഷ് ഫോർകാസ്റ്റിംഗ് ഒക്കെ എൻഷുർ ചെയ്യാനും ഓഡിറ്റ് ട്രെയിലിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ മന്ത്ലി ആണ് ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യേണ്ടത്. പക്ഷേ ഹൈ വോളിയം അക്കൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ വീക്കിലി തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് രണ്ടുമാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിലെ കീ കോമ്പണൻസ്. ക്യാഷ് ബുക്കിൽ കമ്പനിയുടെ റെക്കോർഡ്സ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആണ് ഉണ്ടാവുക. ഇറ്റ് ഇൻക്ലൂഡ്സ് അൺപ്രസൻറ്റഡ് ചെക്സ്, ഡയറക്റ്റ് റെസിപ്റ്റ്സ് ഒക്കെ ക്യാഷ് ബുക്കിലുണ്ടാവും. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ ബാങ്കിൻ്റെ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ക്യാഷ് ബുക്കിൽ കമ്പനീൻ്റെ റെക്കോർഡ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആണെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ബാങ്ക്സ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബാങ്ക് ചാർജസ്, ഇൻട്രസ്റ്റ്, ഡയറക്റ്റ് ഡെബിറ്റ്സ് ആൻഡ് അൺക്ലിയർഡ് ഡിപ്പോസിറ്റ്സ്. റീകൺസിലിയേഷൻ ഐറ്റംസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഔട്ട്സ്റ്റാൻഡിങ് ചെക്സ് ആവാം, ഡിപ്പോസിറ്റ് ഇൻ ട്രാൻസിറ്റ് ആവാം, ബാങ്ക് ഫീസ് ആവാം, ഇതൊക്കെ ആവാം. സാധാരണഗതിയിൽ എറേഴ്സ്, ടൈമിംഗ് ഡിഫറൻസ് ഒക്കെയാണ് ഇതിൻ്റെ വ്യത്യാസം, ബാങ്ക് ക്യാഷ് ബുക്കിൻ്റെയും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും വ്യത്യാസത്തിന് കാരണമായിട്ടുണ്ടാവുക. ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ലേറ്റസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, ക്യാഷ് ബുക്ക് എടുക്കുക, സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ് ഓർ റെസിപ്റ്റ്സ് എടുക്കുക. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമതായി ഇതിൻ്റെ ബാലൻസസ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യുക. ഒന്നിലുണ്ട് മറ്റേതിലില്ല എന്നുള്ള അങ്ങനെയുള്ള ബാലൻസസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. മൂന്നാമതായിട്ട് റീകൺസിലിങ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പായിട്ട് വരുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ചെക്ക്, ചിലപ്പോൾ ചെക്ക് കൊടുത്തിട്ടുണ്ടാവും, ബാങ്കിൽ എത്തിയിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് നാലാമത്തെ സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്കിൽ ഈ മാറ്റങ്ങളൊക്കെ വരുത്തുക, റെക്കോർഡ് ചെയ്യാത്തതൊക്കെ റെക്കോർഡ് ചെയ്യുക. അഞ്ചാമതായിട്ട് റീകൺസിൽ ആൻഡ് ഡോക്യുമെൻറ്റ്. BRS പ്രസൻറ്റ് ചെയ്യുക. BRSൽ ക്യാഷ് ബാലൻസ് ഈക്വൽ ബാങ്ക് ബാലൻസ് എന്ന് ഉള്ള രീതിയിൽ BRS പ്രിപ്പയർ ചെയ്യുക. അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ കൊടുക്കുക. ഇതാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന രീതി. ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ക്യാഷ് ബുക്കിലെ ക്ലോസിംഗ് ബാലൻസ് 80,000 ആണ്, BRSൽ 75,000 ആണ്. ഔട്ട്സ്റ്റാൻഡിങ് ചെക്ക് 5,000 ഉണ്ട്, ഇഷ്യൂഡ് നോട്ട് യെറ്റ് പ്രസൻറ്റഡ്. അങ്ങനെയാവുമ്പോൾ എന്താണ്? ബാങ്കിൽ അത് പ്രസൻറ്റ് ചെയ്താൽ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് ബാലൻസ് എത്രയാവും? 80,000 ആവും. സോ ഇറ്റ് ഈസ് റീകൺസൈൽഡ്. കുറച്ചുകൂടി നല്ലൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട്, ക്യാഷ് ബുക്കിലെ ബാലൻസ് ഉണ്ട്, ബാങ്കിലെ ബാലൻസ് ഉണ്ട്, ബാങ്കിൽ ക്രെഡിറ്റ് ആയ എമൗണ്ട് ഉണ്ട്, ബാങ്കിൽ ഡെബിറ്റ് ആയ എമൗണ്ട് ഉണ്ട്. ഇതെല്ലാം റീകൺസിൽ ചെയ്യുമ്പോൾ എന്താണ്? ബാലൻസ് ഈക്വൽ ആവുന്നുണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് റെഗുലർ ബാങ്ക് റീകൺസിലിയേഷൻ ഫോർ ബിസിനസ്. എപ്പോഴും റെഗുലറായിട്ട് റീകൺസിലിയേഷൻ ചെയ്താൽ എന്താണ്? ക്യാഷ് എങ്ങനെ പോകുന്നു, ക്യാഷ് എവിടെയാണുള്ളത് എന്നുള്ളത് വിസിബിലിറ്റി കൂട്ടാനും ഫോർകാസ്റ്റിങ്ങിനും ഒക്കെ സഹായിക്കും. എറേഴ്സൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനും ഫ്രോഡ് കണ്ടുപിടിക്കാനും ഒക്കെ സഹായിക്കും. ക്ലീനർ ഓഡിറ്റ് ട്രെയിൽസും കംപ്ലയൻസും ഒക്കെ ഉണ്ടാവും. ഇനി ഇതിനെ സഹായിക്കുന്ന ടൂൾസ് ആൻഡ് സോഫ്റ്റ്വെയർ നമുക്ക് നോക്കാം. ബാങ്ക് ഫീഡ്സ് ആൻഡ് ഓട്ടോമാച്ച് ഉണ്ട്, എക്സെപ്ഷൻ മാനേജ്മെൻറ്റ് ഉണ്ട്, ഇൻ്റഗ്രേഷൻസ് ഉണ്ട്.
സോ ഫൈനാൻഷ്യൽ ആക്യുറസി ബെസ്റ്റ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നല്ല പ്രാക്ടീസസ് ആണ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് റെഗുലറായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ലിസ്ണിംഗ്.